CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക ആയിട്ടില്ലല്ലോ. സ്ഥാനാർത്ഥി പട്ടികയാണ്, സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്ന വാർത്തയെ അടിസ്ഥാനമാക്കി ഓരോ സ്ഥലത്തുള്ള പ്രതികരണങ്ങളാണ്. പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു സ്ഥലത്തെ സ്ഥാനാർത്ഥിയെ അന്തിമമായി തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പത്രങ്ങളിൽ കാണുമ്പോൾ ആളുകൾക്ക് ചില പ്രതികരണങ്ങളുണ്ടാവും. അത് കാര്യങ്ങൾ വേണ്ടത്ര മനസ്സിലാക്കാതെ നടത്തുന്ന പ്രതികരണങ്ങളാണ്. പാർട്ടി തലത്തിലുള്ളവരല്ല ആ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനങ്ങൾ എന്താണ്, എങ്ങനെയാണ് പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാത്ത ചിലരാണ് ഈ പ്രതികരണങ്ങൾ നടത്തുന്നത്. കോൺഗ്രസ് പോലെയല്ല CPM. എല്ലാവരും ഇലക്ഷനിൽ മത്സരിക്കുക. BJP-യും കോൺഗ്രസിൻ്റെ സമീപനമല്ല ഞങ്ങൾക്കുള്ളത്. നേതൃതലത്തിലുള്ള കുറച്ച് സഖാക്കൾ മാത്രമേ മത്സരിക്കുള്ളൂ. ഭൂരിപക്ഷ സഖാക്കൾ മത്സരിക്കില്ല. C. ജോർജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയല്ല. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ സീറ്റ് വിഭജന ചർച്ച തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷ മുന്നണിക്ക് പിന്തുണ കൊടുക്കുന്ന 11 കക്ഷികളുണ്ട്. ആ 11 കക്ഷികളിൽ അവർക്ക് എങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്കും മുന്നണിയുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതെന്നുള്ള കാര്യം ഇടതുപക്ഷ മുന്നണിയാണ് തീരുമാനിക്കേണ്ടത്. സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാൾക്ക് തീരുമാനിക്കാൻ കഴിയുന്നതല്ല. മുന്നണി തീരുമാനിക്കണം. അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഓരോ കക്ഷികൾക്കും എത്രയാണ് സീറ്റ്, മുന്നണിയെ പിന്തുണക്കുന്നവർക്ക് ആർക്കൊക്കെയാണ് സീറ്റ് എന്നുള്ളതൊക്കെ ആ ഘട്ടത്തിൽ തീരുമാനിക്കേണ്ടതാണ്. ഇപ്പം അത് സംബന്ധിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല.